ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് കനകഗിരിയിലാണ്. കഴിഞ്ഞ വീഡിയോയും കനകഗിരിത്തെ ഫേമസ് ആയിട്ടുള്ള കനകാചലപതി ടെമ്പിളിലായിരുന്നു. ഇത് അതിനോട് ചേർന്നൊരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കുളമുള്ളത്, പുഷ്കരണി. ഈ കനകഗിരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേര് സുവർണഗിരി എന്നായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ സൈഡിലത്തെ ഒരു തലസ്ഥാനമായിരുന്നു ഈ കനകഗിരി എന്ന് പറയുന്നത്. കനകഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കനകം എന്ന് പറഞ്ഞാൽ ഗോൾഡ്, ഗിരി എന്ന് പറഞ്ഞാൽ കുന്ന്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വർണ്ണമല അല്ലെങ്കിൽ സ്വർണ്ണക്കുന്ന് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കനകഗിരിയിൽ തന്നെ ഒരു പഴയ ഒരു പബ്ലിക് ബാത്താട്ടാണ്. ഒരു ഫുട്ബോൾ മാച്ച് നടത്താനുള്ള അത്രയും വലുപ്പമുണ്ട് ഈ ഒരു കുളത്തിന്. ഇവിടെ കാറ്റ്, ശക്തമായിട്ടുള്ള കാറ്റാണ് വീശുന്നത്. ഇവിടെ ചുറ്റിനും കാറ്റാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്തുള്ളത് പുഷ്കരണി എന്നാട്ടോ. പുഷ്കരണി എന്ന് പറഞ്ഞാൽ കുളത്തിന് പറഞ്ഞ വേറൊരു പേരാണ് പുഷ്കരണി എന്ന് പറയുന്നത്. ഇവിടെ തന്നെ 1655 ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് കനകഗിരി മൊത്തം ബിജാപ്പൂർ സുൽത്താൻസിൻ്റെ അണ്ടറിലായി. ഈ ഒരു പ്രദേശം ഫുള്ള് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കേട്ടോ. 1565 വരെ വിജയനഗര സാമ്രാജ്യം നശിക്കണ വരെ ഇവരുടെ കൺട്രോളിലായിരുന്നു. പിന്നീട് അതിന് ശേഷം കനകഗിരി നായക്കേഴ്സിൻ്റെ കൺട്രോളിലായി ഈ സ്ഥലം. അവരുടെ കീഴിലായിരുന്നു പിന്നീട് കനകഗിരി മൊത്തം. ഈ ഒരു കുളം നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു 500 വർഷത്തിനടുത്തായിട്ടുണ്ടാവും ഈ കുളത്തിൻ്റെ നിർമ്മാണം. ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്പോട്ടാണ്. ആ ഒരു സാമ്രാജ്യം ഒക്കെ ഉള്ള സമയത്ത് തന്നെ ഈ ഒരു സുവർണഗിരി എന്നാണ് ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. ആ ടൈമിലും ഇത് ഫേമസ് ആണ്. ഇവിടെ തന്നെ 3-4 സ്പോട്ടുകളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, മസ്റ്റ് വിസിറ്റ് ആയിട്ട് കാണാൻ. അപ്പോൾ ഇനി അങ്ങോട്ടാണ് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെയാണ് ശിവജിയുടെ ചേട്ടനായിട്ടുള്ള സാംബാജി മരിച്ചുള്ളത്. ഈ കനകഗിരിയിൽ വെച്ചാണ് മരിച്ചുള്ളത് യുദ്ധത്തിൽ 1655. അപ്പോൾ ഈ നിൽക്കുന്ന ഈ കുളത്തിനോട് ചേർന്നാണ് ആ ഒരു സ്ഥലം. അതിൽ ഗൂഗിൾ ലൊക്കേഷൻ തന്നെ ബാറ്റിൽ ഫീൽഡ് എന്നാണ് ആ ഒരു സ്ഥലത്തിന് കൊടുത്തിട്ടുള്ളത്. അതായത് 1655 ബിജാപ്പൂർ സുൽത്താൻസും പിന്നെ കനകഗിരി നായക്കേഴ്സും കൂടിയിട്ട് നടന്നൊരു വാറായിരുന്നു. ആ സ്പോട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഗ്രൗണ്ട് മൊത്തം ഇവിടെയാണ് വെച്ചാണ് സാംബാജി കൊല്ലപ്പെടുന്നത്. ആൾ മരിക്കുന്നത് അഫ്സൽ ഖാൻ, ബിജാപ്പൂർ സുൽത്താൻസിൻ്റെ ജനറലായിട്ടുള്ള ആളാണ് അഫ്സൽ ഖാൻ. ഈ അഫ്സൽ ഖാനാണ് സാംബാജിയെ കൊല്ലുന്നത്. ഞാൻ ഈ പറയുന്ന സാംബാജി ശിവാജിയുടെ മകനല്ല, ശിവാജിയുടെ ചേട്ടനായിട്ടുള്ള സാംബാജി ഷാജി ബോൺസ്ലെ, ആളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആരും ഇത് മെയിൻറ്റെയിൻസ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട് ഇങ്ങനെ. ഈ ഒരു സ്ഥലത്താണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഇവിടെയുള്ള ലോക്കൽസ് ആൾക്കാരാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞേട്ടാ, അല്ലാണ്ട് ഇവിടെ ബോർഡ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ യുദ്ധത്തിൽ വെച്ചാണ് മരിച്ചുള്ള കാര്യം നടന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് ആളുടെ ശവകുടീരം എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്.